തന്നെ ബിഗ് ബോസിൽ അടിപൊട്ടിയിരിക്കുകയാണ് മക്കളെ. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നെവിൻ ഒറ്റയൊരുത്തൻ. കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നും രാവിലെ എല്ലാ ദിവസവും നേർച്ച പോലെ ബിഗ് ബോസ് മത്സരാർത്ഥികളെല്ലാം ഭക്ഷണത്തിന്റെ പേരിൽ അടിയാണ്. എല്ലാ ദിവസവും ഇത് തന്നെയാണ്. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സീസൺ 7 മത്സരാർത്ഥികൾ മാത്രം ഭക്ഷണത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നത്. നമ്മൾ മുൻകാല സീസണിലെല്ലാം ഭക്ഷണത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ടില്ല. ഇനി നമ്മൾ കാര്യത്തിലേക്ക് ഇറങ്ങാം. ഇന്നും കിച്ചണിൽ അടിയാണ്. വേറൊന്നുമല്ല, ബിഗ് ബോസ് കൊടുത്ത ഭക്ഷണങ്ങളൊക്കെ ഇന്നലെ രാത്രി നെവിൻ കട്ട് തന്നു. നൂറെ അത് ഇപ്പോൾ എടുക്കാൻ വേറെയുള്ള അപ്പം ഒരാൾ കക്കുമ്പോൾ മറ്റുള്ളവർക്ക് എടുക്കാമല്ലോ. അപ്പം നൂറെ പോയി അവരുടെ എടുക്കാൻ ചെല്ലുമ്പോൾ ഈ അക്ബറും ആര്യനും കൂടെ തടയുകയാണ്. നെവിൻ എന്തു ആകാം, മറ്റുള്ളവർക്ക് ആർക്കും പറ്റത്തില്ല. നെവിനെ തടയാൻ വരാത്ത ആളുകളാണ് ഈ നൂറയും മറ്റുള്ളവരെയൊക്കെ തടയുന്നത്. ഇന്ന് എല്ലാവരുമായിട്ടും വഴക്കായിരുന്നു. ഇന്ന് ഇവർ 3 പേരും മറ്റൊരു സാവുമാനും അനീഷും പട്ടായ ഗേൾസും എല്ലാവരും തമ്മിൽ എന്ന് വെച്ചാൽ സാവുമാരും അനീഷും പട്ടായ ഗേൾസും മറ്റൊരു വേറൊരു ഗ്യാങ് ആര്യനും അക്ബറും നെവിനും ഭയങ്കര വഴക്കോ ഒച്ചയും ബഹളമായിരുന്നു. ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്, ഭക്ഷണത്തിൻ്റെ പേരിൽ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയും വഴക്ക് പിടിക്കുന്ന തീറ്റയുടെ കണക്കും പറഞ്ഞു മത്സരാർത്ഥികൾ വേറെ കണ്ടിട്ടില്ല. ഒരു കാര്യം പറയും, നെവിൻ തിന്നാൻ വേണ്ടി മാത്രവും വഴക്കിടാൻ വേണ്ടി മാത്രം പൂർത്തനാണ്. മറ്റുള്ളവർക്ക് ഫുഡ് പോലും ഇവനെ അടിച്ചു മാറ്റി കഴിക്കുക. എന്നിട്ട് ഇവൻ എന്തു ആകാം. ഇന്നലെ കണ്ടില്ലേ ഷാനവാസ് ഒരു പാലെടുത്തെന്നും പറഞ്ഞ് പിടിച്ചോണ്ട് പോകുന്നത്. അതിനൊന്നും ഒരു അവകാശമില്ല. ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അത് മറ്റുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും വേണ്ടി, അല്ലാതെ ഇവന്മാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല. പ്രത്യേകിച്ച് നെവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒന്നുമല്ല. ബിഗ് ബോസ് മറ്റുള്ള എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുന്ന ആഹാരങ്ങളാണ് നെവിൻ കട്ടുമാറ്റി നെവിന് മാത്രമായിട്ട് കഴിക്കുന്നത്. ഇതാണ് അവിടെ പ്രശ്നങ്ങൾക്ക് മെയിൻ തുടക്കം. മെയിൻ ഇതെന്ന് പറഞ്ഞാൽ നെവിൻ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നെവിനാണ് അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം, അല്ല വേറെ ആരുമല്ല. പിന്നെ ആര്യൻ, ഈ 2 പേരുമാണ് കൂടുതലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് നെവിനാണ് അവിടെ ഏറ്റവും കൂടുതൽ കക്കുന്നതും എന്നിട്ട് മറ്റുള്ളവരെ കള്ളയാന്നൊക്കെ വിളിക്കും. ഏറ്റവും കൂടുതൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന നെവിൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ